പടം കണ്ടിരിക്കാം. അത്ര പോരാ, എന്നാലും കുഴപ്പമൊന്നുമില്ല, കണ്ടിരിക്കാൻ പറ്റും. അപ്പൊക്കെ ഭയങ്കര ലാഗാണ്. പടം ഫുള്ള് പോയി സൂര്യാദ ജോജു സാറ് മാസ്, എല്ലാവരുമേ മാസ്, പടമേ മാസ്. ഇതൊരു കംബാക്ക് തന്നെയാണ്. പക്ഷെ ഒരു കാർത്തിക് സുബ്രാജ് പടം കണ്ടിറങ്ങിയ ആ ഒരു ഫീല് കിട്ടിയില്ല. സൂര്യയുടെ അങ്ങനെ അഭിനയ സാധ്യത അങ്ങനെ മുതലെടുക്കുന്ന രീതിയിലുള്ള ആ ഒരു കഥാപാത്രമൊന്നും ആയിട്ട് തോന്നിയിട്ടില്ല. കൂടുതലും പുള്ളിയുടെ സ്റ്റാർഡം യൂസ് ചെയ്തിട്ടുള്ള ഒരു സിനിമയായിട്ടാണ് വന്നിരിക്കുന്നത്. ഇയാളെ പടം പൊട്ടിച്ചത് ഒന്നിനും കൊള്ളില്ല, കരയാൻ പറ്റില്ല, പക്ഷെ തിരിക്കുക ക്രഞ്ച് എന്ന് പറയാൻ പോലോ ക്രഞ്ച്. പടം കൊള്ളാം. കാർത്തിക് സുബ്രാജിൻ്റെ സ്റ്റൈല് ലെവല് നന്നായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. സൂര്യ അദ്ദേഹത്തിൻ്റെ ഒരു കംബാക്ക് എന്ന് പറയാം. നല്ല ക്ലാസ് ലെവൽ BGM അതുപോലെ പെർഫോമൻസ് വൈസ് സൂര്യ പുള്ളി നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. എല്ലാവരും നന്നായി ചെയ്തിട്ടുണ്ട്. ജയറാമേട്ടൻ ചിരിപ്പിച്ചു, നല്ല കോമഡി. ജോർജ് കൊള്ളാം കൊള്ളാം. ഈ ആക്ഷൻസും പിന്നെ മേക്കിങ്ങും, കാർത്തിക് സുബ്രാജിൻ്റെ ആ സ്റ്റൈൽ മേക്കിങ്ങും ആ പഴയ ഈ കുറച്ച് സിനിമകൾ പുള്ളിയുടെ മുന്നത്തെ സിനിമകൾ വെച്ച് കണ്ടിട്ട് അത്രയും ജയിക്കുന്നവർക്ക് എന്തായാലും ഇത് മസ്റ്റായിട്ട് കാണാൻ പറ്റുന്നതാണ്. കൊള്ളാം, നല്ല പടം. സത്യം പറഞ്ഞാൽ വിഷമമുണ്ട്. ജയറാമേട്ടനൊക്കെ ഇത്രയും മോശമായിട്ട് അഭിനയിക്കാൻ പാടില്ല. ജയറാമേട്ടനൊക്കെ നമുക്ക് മലയാളികളായിട്ടുള്ള നമുക്ക് ഒരുപാട് പ്രതീക്ഷകളുള്ള നടനാണ് ജയറാമേട്ടൻ. അതുപോലെ സൂര്യ എന്ന് പറയുന്ന തമിഴ് ഇൻഡസ്ട്രിയിലെ ഏറ്റവും വിലപിടിപ്പുള്ള മൂല്യമുള്ള നടനാണ്. അദ്ദേഹമൊക്കെ ഒരു കഥ തിരഞ്ഞെടുക്കുമ്പം അദ്ദേഹം കുറേയൊക്കെ ചിന്തിക്കണ്ടേ. കങ്കു പോലുള്ളൊരു സിനിമ ഇറക്കിയതിന് ശേഷം അടുത്തൊരു സിനിമ വരുവാണ്. എന്താ അദ്ദേഹം കാണിക്കണം, എനിക്ക് മനസ്സിലാവില്ല. പടത്തിന് ക്ലൈമാക്സ് നിങ്ങൾക്കിപ്പോൾ കണ്ടാൽ മനസ്സിലാവും. എല്ലാവരും പടം തിരിച്ചുകൊണ്ടാണ് കണ്ടിറങ്ങി വരുന്നത്. ഇതൊരു കോമഡി പടമല്ല, പക്ഷേ കണ്ടു കഴിയുമ്പോൾ ഒരു കോമഡി പടമായിട്ട് മാറും. അവർ സീരിയസ് ആയിട്ട് പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം വളരെ കോമഡി ആയിപ്പോയി. ക്ലൈമാക്സ് ഡയറക്ടറൊക്കെ എന്തെടുക്കണം, അല്ലെങ്കിൽ രാഷ്ട്രീയം എങ്ങനെ പറയണം എന്ന് കൺഫ്യൂഷൻ ആയെന്ന് എനിക്ക് ഡൗട്ടുണ്ട്. കാരണം എടുത്തു വച്ച രീതിയെല്ലാം വളരെ ക്രിഞ്ചെന്ന് പറയാം. ஆ 10 வருஷத்துக்கு முன்னாடி பார்த்த சூர்யா திரும்பி பார்த்த மாதிரி நல்லா இருக்கு. நல்ல மாசா இருக்கு. படம் ஃபுல்லு போய் சூர்யா தான் மாஸ். ജോജു സാറ് മാസ്, എല്ലാവരുമേ മാസ്, പടമേ മാസ്. കങ്കുവെ വെച്ച് നോക്കുമ്പോൾ നല്ല പുരോഗതിയുണ്ട് പടത്തിൽ. പക്ഷേ മൊത്തത്തിലിപ്പോൾ കാർത്തിക് സുബ്രാജിൻ്റെ മേക്കിംഗ് അത് ചില സമയത്ത് ഭയങ്കര ഫ്ലാറ്റായ പോലെ തോന്നിയിട്ടുണ്ട്. പിന്നെ ക്യാമറ വർക്കും സന്തോഷ് നാരായണൻ്റെ BGM അടിപൊളിയാണ്. BGM ഉള്ളതുകൊണ്ട് ഓരോ സീനും സൂര്യ ശരിക്കും ഫാൻസ് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ലുക്കും അങ്ങനെയുള്ള ഗെറ്റപ്പുകൾ സൂര്യയുടെ ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ എന്നാലും സൂര്യയുടെ അങ്ങനെ അഭിനയ സാധ്യത അങ്ങനെ മുതലെടുക്കുന്ന രീതിയിലുള്ള ആ ഒരു കഥാപാത്രമൊന്നും ആയിട്ട് തോന്നിയിട്ടില്ല. കൂടുതലും പുള്ളിയുടെ സ്റ്റാർഡം യൂസ് ചെയ്തിട്ടുള്ള ഒരു സിനിമയായിട്ടാണ് വന്നിരിക്കുന്നത്. ജോജുവും ജയറാമും അവരുടെ, അതായത് ജോജും മലയാളത്തിൽ നിന്ന് ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്ത ജോജു എന്ന് തന്നെ പറയാം. ജോജും സൂര്യയും തമ്മിലുള്ള സീനുകളായിരുന്നു കുറച്ചുകൂടെ കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ സീനുകൾ. ഇവർ രണ്ടുപേരും തമ്മിലുള്ള സീനുകളായിരുന്നു. വാച്ചബിളാണ് സിനിമ, ഒരു എൻ്റർടൈനർ എന്ന രീതിയിൽ കണ്ടിരിക്കാം. പക്ഷേ സൂര്യയുടെ അങ്ങനെ ഗംഭീരമായ പെർഫോമൻസ് പറയാനില്ല. ഫാൻസിന് ഇഷ്ടപ്പെടുന്ന ലുക്കുകൾ കീപ്പ് ചെയ്തിട്ടുണ്ട് പടം. ഇതൊരു കംബാക്ക് തന്നെയാണ്. പക്ഷെ ഒരു കാർത്തിക് സുബ്രാജ് പടം കണ്ടിറങ്ങിയ ആ ഒരു ഫീല് കിട്ടിയില്ല. എൻ്റെ പ്രശ്നമായിരിക്കും. എനിക്ക് ഇമോഷണൽ അധികം കണക്ട് ആയില്ലായിരുന്നു. കൂടുതലും ഒരു ചിരിയുടെ ഇമ്പോർട്ടൻസ് പറയുന്നൊരു കഥയാണ്. സൂര്യ നന്നായിട്ടുണ്ട്, ജോജു അടിപൊളിയായിട്ടുണ്ട്, ജയറാമേട്ടൻ നല്ല രസമുണ്ടായിരുന്നു, കോമഡി ക്യാരക്ടറായിരുന്നു. പക്ഷെ നമ്മുടെ ജയറാമേട്ടൻ നമുക്ക് അവിടെ പോയി അങ്ങനെ ഒരു കോമഡി ക്യാരക്ടർ ചെയ്യുവാണെമ്പോൾ ചെറിയ വിഷമമുണ്ട്. ജോജുവിൻ്റെ ക്യാരക്ടർ നൈസായിരുന്നു. ആൻഡ് സൂര്യ ഓൾസോ വൺ ടൈം വാച്ചും നൈസായിരുന്നു. ജോജു ആൻഡ് സൂര്യ കോമ്പിനേഷൻ സീൻസ് നല്ല രസമുണ്ടായിരുന്നു. ലൈക്ക് അവരെ ഗിവ് ആൻഡ് ടേക്ക് നൈസായിരുന്നു. ജയറാമേട്ടൻ്റെ നൈസാണ്, കുറച്ചുകൂടി കോമഡി ഇതായിട്ടുള്ളതാണ്. ബട്ട് ഒരു പ്രോമിനൻറ്റ് റോൾ എന്ന് പറയുന്നത് ജോജുവിൻ്റെ ആണ്. സൂര്യ എന്ന ചെയ്യുന്നത് ആക്ഷൻ സീക്വൻസ് ഒക്കെ കൊള്ളാം. എന്തായാലും സൂര്യ ഫാൻസിന് സെലിബ്രേറ്റ് ചെയ്യാനുള്ളതുണ്ട്. വൺ ടൈം വാച്ചബിൾ. പടം കണ്ടിരിക്കാം. അത്ര പോരാ, എന്നാലും കുഴപ്പമൊന്നുമില്ല, കണ്ടിരിക്കാൻ പറ്റും. അപ്പൊക്കെ ഭയങ്കര ലാഗാണ്. പടം ഒരു ആവറേജ് എക്സ്പീരിയൻസ് ആണ് എനിക്ക് തന്നിട്ടുള്ളത്. ക്ലൈമാക്സ് ഒക്കെ ടോട്ടലി കയ്യിൽ നിന്ന് പോയ പോലെ തോന്നിയത്. അതായത് നല്ലൊരു ഗ്യാങ്സ്റ്റർ പടമാവാൻ സാധ്യത ഉണ്ടായിരുന്ന ഒരു സിനിമേനെ അവസാനം കൊണ്ടുവന്ന് കോളമാക്കി വെച്ചിട്ടുണ്ട്. അതായത് എല്ലാ സിനിമയിലും രാഷ്ട്രീയം പറഞ്ഞേ പറ്റൂ എന്നുള്ളൊരു ഒരു ഫോഴ്സ്ഫുള്ളായിട്ടൊരു ചിന്ത കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. കാരണം നല്ലൊരു ഗ്യാങ്സ്റ്റർ പടം ആവേണ്ടതായിരുന്നു. ജോർജ് നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ജയറാം ശരിക്കും ഞെട്ടിച്ചു എന്ന് വെച്ചാൽ ആ ക്യാരക്ടറിന് എന്ത് വേണോ അത് ചെയ്തിട്ടുണ്ട്. പക്ഷേ ക്ലൈമാക്സിലേക്ക് വന്നപ്പോൾ അവസാനമായിട്ട് വന്നപ്പോൾ ഇതെങ്ങനെ അവസാനിപ്പിക്കണം എന്നൊരു ധാരണയില്ലാണ്ട് ഡയറക്ടർ കാരണം കഷ്ടപ്പെട്ട് തട്ടിക്കൂട്ടി ചെയ്ത പോലെ തോന്നിയത്. അവസാനമൊക്കെ ശരിക്കും കോമഡി ആയിരുന്നു. രാഷ്ട്രീയം പറയാൻ നോക്കി, പക്ഷേ പാളിപ്പോയിട്ടുണ്ട്. ഓവറോൾ നോക്കുകയാണെങ്കിൽ ഒരു ആവറേജ്, ഒരു ബിലോ ആവറേജ് എക്സ്പീരിയൻസ് ആണ് സിനിമ എനിക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ സൂര്യ ഫാൻസിനെ ഒന്ന് കാണാനുള്ളത് എന്തായാലും സിനിമയിലുണ്ട്. അദ്ദേഹത്തിൻ്റെ ലുക്കും ആക്ടിങ്ങും അത്യാവശ്യം ഡീസൻ്റ് ആയിരുന്നു. അപ്പോൾ മൊത്തത്തിൽ അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. താങ്ക് യു. ജയറാം ഒരു ചെറിയ റോളാണ്, പുള്ളിക്ക് കൊടുത്ത റോള് നല്ല വൃത്തിയായി ചെയ്തിട്ടുണ്ട്. ഒരു ജോക്കർ ആ ടൈപ്പ് റോളാണ് കൊടുത്തിരിക്കുന്നത്, ഒരു കൊമേഡിയൻ.
ആ റോൾ നല്ല ഗംഭീരമായിട്ട് ചെയ്യുന്നു. പക്ഷേ ആ കഥാപാത്രത്തിന് സിനിമയായിട്ട് വല്ല ബന്ധമോ അല്ലെങ്കിൽ വലിയ റിലവൻറ്റോ ഒന്നുമില്ല. ജോജു നല്ല ഗംഭീര വില്ലനാണ്.